ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 1ാം പാഠം, അതിൻ്റെ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ബൈത്ത് ഒന്ന് ചൊല്ലി നോക്കാം. ഹെഡിങ്: മർഹബൻ യാ ഖൈറദാഇ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജഅത ബിൽ അംറിൽ മുതാ ജഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാഇ. ഇങ്ങനെ 4 വരികളാണ് ഈ ബൈത്തിൽ ഉള്ളത്. ചെറിയ വരികൾ 8 വരിയുണ്ട്, വലിയതായി കൂട്ടുമ്പോൾ 4 വരിയേ ഉള്ളൂ. ഇതിലും അതിൻ്റെ വിശദീകരണം ഒന്ന് ശ്രദ്ധിക്കുക. മർഹബൻ യാ ഖൈറദാഇ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മദീന നിവാസികൾ ഒന്നിച്ചു പാടിയ ഒരു പാട്ടാണിത്. മർഹബൻ യാ ഖൈറദാഇ, ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം തന്നെ നോക്കൂ. മർഹബൻ, സ്വാഗതം, യാ ഖൈറദാഇ, ഏറ്റവും നന്മ നിറഞ്ഞ പ്രബോധകരെ, അങ്ങേക്ക് സ്വാഗതം എന്നാണ് ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം തന്നെ. പിന്നെ അടുത്ത വരിയിൽ ത്വലഅൽ ബദ്റു അലൈനാ, ഞങ്ങൾക്ക് മേൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നിരിക്കുന്നു. ഉദിച്ചു, ആരാ പൂർണ്ണചന്ദ്രൻ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മിൻ സനിയാതിൽ വദാഇ, മല മടക്കുകൾക്കിടയിൽ നിന്നും. അപ്പോൾ റസൂലുള്ള അങ്ങനെ അങ്ങകലെയുള്ള ആ ദിക്കിൽ നിന്നും മലകൾക്കിടയിലൂടെ നബിതങ്ങൾ കടന്നു വരുമ്പോൾ അവരിങ്ങനെ ഒന്നിച്ചു പാടിയതാണത്. ത്വലഅൽ ബദ്റു അലൈനാ, ഞങ്ങൾക്ക് മേൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. മിൻ സനിയാതിൽ വദാഇ, മലമടക്കുകളിൽ നിന്ന്. അടുത്ത വരിയിൽ വജബ ശുക്രു അലൈനാ, ഞങ്ങൾക്ക് മേൽ നന്ദി ചെയ്യൽ നിർബന്ധമായി. വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി, ശുക്ർ നന്ദി, അലൈന ഞങ്ങൾക്ക് മേൽ. മാ ദഅ ലില്ലാഹി ദാഇ, പ്രബോധകരെല്ലാം പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം ഞങ്ങൾക്ക് മേൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ നിർബന്ധമായിരിക്കുന്നു എന്നാണ് 2ാമത്തെ വരി. 3ാമത് അയ്യുഹൽ മബ്ഊസു ഫീനാ, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ. നബി തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മദീന നിവാസികൾ പാടുകയാണ്. അയ്യുഹൽ മബ്ഊസു ഫീനാ, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ. മബ്ഊസു എന്ന് പറഞ്ഞാൽ നിയോഗിക്കപ്പെട്ടവർ. ജഅത ബിൽ അംറിൽ മുതാഇ, ജഅത നബിയെ അങ്ങ് വന്നു. ബിൽ അംറിൽ മുതാഇ, ജഅത ബിൽ അംറിൽ മുതാഇ, ജഅത നബിയെ അങ്ങ് വന്നതുകൊണ്ട്. ബിൽ അംരി അൽ മുതാഇ, ഞങ്ങൾക്ക് സ്വീകാര്യമായ കാര്യങ്ങളുമായി അങ്ങ് വന്നതിനാൽ. പിന്നെ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ജഅത ശറഫ്തൽ മദീന, നബിയെ അങ്ങ് വന്നതുകൊണ്ട് മദീന പരിശുദ്ധമായി. അല്ലേ, മദീനക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടായി. മർഹബൻ യാ ഖൈറദാഇ, മർഹബ നബിയെ അങ്ങേക്ക് സ്വാഗതം. യാ ഖൈറദാഇ, ഏറ്റവും നല്ല പ്രബോധകരെ. ഇതാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഓരോ പദങ്ങളും ഒന്ന് പരിചയപ്പെടാം. ത്വലഅ എന്ന് പറഞ്ഞാൽ ഉദിച്ചു, അതുപോലെ ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, അലൈന ഞങ്ങൾക്ക് മേൽ. സനിയാത്തിൽ വദാഇ എന്ന് പറഞ്ഞാൽ മല മടക്കുകൾക്കിടയിൽ എന്നാണ്.
സെനിയാത്ത് പറഞ്ഞാൽ മടക്കുകൾ എന്നാണ്. വജാഹ് പറഞ്ഞാൽ താഴ്വര, മലമടക്കുകൾ നിറഞ്ഞ താഴ്വരയിൽ നിന്ന് ഉദിച്ചു എന്നാണ് അർത്ഥം. വജബ നിർബന്ധമായി, അശുക്രു നന്ദി ചെയ്യൽ, അലൈന ഞങ്ങൾക്ക് മേൽ, മാ ദഅ ലില്ലാഹി ദഅ, മാ ദഅ എന്ന് പറഞ്ഞാൽ പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം. ദാഇ പറഞ്ഞാൽ പ്രബോധകർ എന്നാണ്, അല്ലെങ്കിൽ പ്രബോധകൻ എന്നൊക്കെ പറയും. അയ്യുഹൽ മബ്ഊസു ഫീന, അയ്യുഹൽ എന്ന് പറഞ്ഞാൽ അല്ലയോ എന്നൊരു വിളിയാണ് നബിനെ. അല്ലയോ നബിയേ, മബ്ഊസു ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ, ഫീന എന്നാണ് ഞങ്ങളിലേക്ക്, ജിഅ്ത അങ്ങ് വന്നു, ബിൽ അംരി എങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട്, അൽ മുതാഇ ഞങ്ങൾക്ക് സ്വീകാര്യമായ കാര്യങ്ങളുമായി നബിയെ അങ്ങ് വന്നു. ജിഅ്ത ശറഫ്തൽ മദീന, ജിഅ്ത നബിയെ അങ്ങ് വന്നതുകൊണ്ട്, അശറഫ്തൽ മദീന മദീനയാകെ പരിശുദ്ധമായി പരിപാവനമായി. മർഹബാ നബിയെ അങ്ങേക്ക് സ്വാഗതം, യാ ഖൈറദായി ഏറ്റവും നല്ല പ്രബോധകരെ അങ്ങേക്ക് സ്വാഗതം. ഇതാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത പാഠത്തിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.